മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നു. മുല്ലപ്പെരിയാർ ദേ ഇപ്പം പൊട്ടും, ഉടനെ പൊട്ടും. ഓൾ ഐസ് ഓൺ മുല്ലപ്പെരിയാർ. അതെ, എല്ലാ വർഷത്തെയും പോലെ മുല്ലപ്പെരിയാർ ഉടൻ പൊട്ടുമെന്ന ഹാഷ്ടാഗുമായിട്ട് ഒരു പക്ഷം വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഭീതി ഉണ്ടാക്കുക എന്നത് ഒരുതരം സാമൂഹിക വിരുദ്ധത കൂടിയാണ്. ഭീതിയെ റൊമാൻറ്റിസൈസ് ചെയ്യുക, ഭീതിയെ കച്ചവടം ചെയ്യുക എന്നതൊക്കെ അതിന്റെ കൂട്ടത്തിലുള്ളതാണ്. സമൂഹത്തിന് കൂട്ടായി ദോഷം ചെയ്യുന്ന കാര്യം. മുല്ലപ്പെരിയാർ പൊട്ടും, ഉറപ്പായും പൊട്ടുമെന്ന് ആവർത്തിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വീണ്ടും വൈറലാകുന്നുണ്ട്. മുല്ലപ്പെരിയാറിന്റെ മൂക്കിന് താഴെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതൊന്നും കേൾക്കുമ്പോൾ അത്ര സുന്ദരമായ അവസ്ഥയായിരിക്കില്ല. നമ്മുടെ മുൻപിലുള്ള ഏറ്റവും ആധികാരികമായ രേഖ എന്ന് പറയുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ മുല്ലപ്പെരിയാർ ഘടനാപരമായി സുരക്ഷിതവും പ്രളയവും ഭൂകമ്പവും പിടിച്ചു നിൽക്കാൻ വിധം ബലമുള്ളതുമാണ്. കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ഡീകമ്മീഷൻ ചെയ്യുക എന്നതാണ്. അതിൽ രണ്ടഭിപ്രായമില്ല. പുതിയ ഡാമിനുള്ള ശുപാർശയും കേരള സർക്കാർ പലപ്പോഴായി മുന്നോട്ട് വെച്ചിട്ടുള്ളതുമാണ്. കോടതി വിധിയും അന്തർ സംസ്ഥാന ഇടപെടലുമുള്ള മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ്. അത് ഇവിടെ വന്ന് ഭീതി പടർത്തുന്ന പോലെ അത്ര എളുപ്പമല്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്ന് മുല്ലപ്പെരിയാർ പൊട്ടും, ദേ പൊട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഭ്രാന്തി ഉണ്ടാക്കുന്ന മനുഷ്യർ അടിയന്തരമായി പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. മുല്ലപ്പെരിയാറിന്റെ നിഴലിൽ ജീവിക്കുന്ന മനുഷ്യനെ വേട്ടയാടാൻ മാത്രമേ ഇതുകൊണ്ട് സാധിക്കുകയുള്ളൂ. മഴ മീറ്റർ കടന്നാൽ കേരളം ഒലിച്ചു പോകുമെന്ന് പറയുന്നതോ, നിപ്പ സ്ഥിരീകരിക്കുമ്പോൾ സംസ്ഥാനമെമ്പാടും പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ബഹിഷ്കരിക്കാൻ ഉതകും വിധം ഭീതി അഴിച്ചു വിടുന്നതോ, മുല്ലപ്പെരിയാറിൽ വെള്ളം പൊങ്ങുമ്പോൾ ഉടനടി ഡാം പൊട്ടി 4 ജില്ലകൾ ഒലിച്ചു പോകുമെന്ന് പറയുന്നതോ നിസാര കാര്യമൊന്നുമല്ല. അതൊരു തരം സാമൂഹിക വിരുദ്ധതയാണ്. മുല്ലപ്പെരിയാറിന്റെ പരിസരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കും കൊച്ചിയിലോ തിരുവനന്തപുരത്തോ വന്നിരുന്ന് റൂമർ പടർത്തി സന്തോഷം അനുഭവിക്കുന്നവർക്കോ ദേ മുല്ലപ്പെരിയാർ പൊട്ടാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം ഒന്നുപോലെയാകാൻ സാധ്യതയില്ല. സമാധാനത്തോടെ ഉറങ്ങുക എന്നതും ഒരു പ്രിവിലേജാണ്.